അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ആ ഒരു മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മത്തി ഇതേവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു വേറിട്ട രുചിയുള്ള നല്ല സൂപ്പർ ഒരു മത്തി വറ്റിച്ചതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഹൈ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ അടിപൊളി ഈ മത്തി വറ്റിക്കാൻ വേണ്ടി നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 2 എതള് വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടീസ്പൂണ് നമ്മുടെ പെരിഞ്ജീരകവും, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു തക്കാളിയുടെ പകുതി ഭാഗം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും, അതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി വേണം, പിന്നെ 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ വേണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് വേണ്ടത് പുളിയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന വാളംപുളിയാണ്, കുടംപുളി അല്ല കേട്ടോ. ഇത് വളരെ ഒരു ചെറിയ അളവ് മാത്രം എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ആകെ 6 ചാള വെച്ചാണ് കേട്ടോ, മീഡിയം സൈസിലുള്ള 6 ചാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ അളവെല്ലാം ഇതുപോലെ. നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മസാലയും അതുപോലെ മുളക് പൊടിയൊക്കെ അതിനനുസരിച്ച് ആവശ്യത്തിന് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 5 ചതച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് തന്നെ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ആ ചെറിയുള്ളിയും നമ്മുടെ ആ കറിവേപ്പിലയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇതേ നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ പാത്രം കഴുകി, അരപ്പ് വെച്ച പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി തിളച്ച ആ ഒരു അരപ്പിലേക്ക് നമുക്ക് നമ്മുടെ മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മത്തി കഴുകിയത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടി ഇട്ട് നമുക്ക് അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഉപ്പും കൊണ്ട് മത്തി മാരിനേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു അരപ്പും ഇതെല്ലാം കൂടെ സെറ്റായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നമ്മുടെ ആ ഒരു ചട്ടി ഒന്ന് ചുറ്റിച്ച് ഒന്ന് റെഡിയാക്കി ഇതിനെ ഇതുപോലെ ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ ഇനി ഒന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കറി മത്തി വറ്റിച്ചത് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ ഒരു അരപ്പൊക്കെ ഇപ്പോൾ ഇവിടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്നും കൂടെ അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റും കൂടെ ഞാനൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തുറന്ന് തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ 1 ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ ഈ സമയത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആ മത്തിയൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിച്ച് വറ്റിക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. അങ്ങനെയാകുമ്പോൾ ഇത് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് 2 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മത്തിയുടെ ആ ഒരു വറ്റിച്ച മത്തിക്കറി ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനെ ഒന്ന് ഇറക്കി കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ആറി വന്നതിന് ശേഷം വേണം നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അതേ ഇപ്പോൾ ചാറെല്ലാം നന്നായിട്ട് വറ്റി നല്ല കുറുകി നല്ല ഒരു മത്തി വറ്റിച്ചത്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മത്തി വറ്റിച്ചത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മത്തി ഇതേവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് മത്തി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ മത്തി കിട്ടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്ത് നോക്കുക. അത്രയ്ക്കൊരു നല്ല ടേസ്റ്റാണ്. നമുക്ക് നല്ല ചോറിൻ്റെയും കപ്പയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മത്തിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുകയും ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.